ആ പ്രദേശത്തെ വയലുകളിൽ ആടുകൾ രാത്രി കാത്തുകൊണ്ട് ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം ആടുകൾ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകലജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായ രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുറത്തോട്ടി കിടത്തിയിരിക്കുന്ന ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം ആ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ക്രിസ്തു രാജാവേ, എന്റെ ദേവാലയത്തെയും എന്റെ ഇടത്തെയും എന്റെ മക്കൾ ഓരോരുത്തരെയും സാക്ഷി പ്രാർത്ഥിക്കണം. എന്റെ മക്കൾ പ്രത്യേകം എന്റെ മക്കളോട് ചേർത്തുക എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും സാക്ഷി പ്രാർത്ഥിക്കണം. എന്റെ ഇടവകളുടെ എല്ലാ കുടുംബങ്ങളും സാക്ഷി പ്രാർത്ഥിക്കണം. എല്ലാ കുടുംബങ്ങളും സ്വന്തം അന്ത്യപ്പെടുകയും ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്റെ കുടുംബമുള്ള മക്കൾ എല്ലാവരും സാക്ഷി പ്രാർത്ഥിക്കണം. പ്രത്യേകം എന്റെ മക്കളുടെ പഠന പുതിയ ജോലി മേഖലയിൽ സാക്ഷി പ്രാർത്ഥിക്കണം. പഠിക്കുന്ന കുട്ടികൾ ഓരോരുത്തർക്കും കൃപയും ജ്ഞാനവും നീ നൽകുന്ന പ്രാർത്ഥിക്കണം. അറിവും വിജ്ഞാനമല്ല ശക്തി ഇവർക്ക് വളർത്താൻ പ്രാർത്ഥിക്കണം. പ്രത്യേകം യുവതികളെ യുവാക്കളെ സാക്ഷി പ്രാർത്ഥിക്കണം. ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന എല്ലാ ആശീർവാദങ്ങളെയും നിങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണം. പ്രത്യേകം ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും സാക്ഷി പ്രാർത്ഥിക്കണം. എന്റെ ഇടവ മക്കളെ സാക്ഷി പ്രാർത്ഥിക്കണം. ആസ്വദിക്കുന്ന വഴിയെ കാണിച്ചു കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കണം. സന്താന സൗഭാഗ്യത്തിന്റെ പ്രാർത്ഥികളെ സാക്ഷി പ്രാർത്ഥിക്കണം.
ഉന്നയിച്ചുള്ള വരവ് അവരിലേക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് പ്രവൃത്തികളിൽ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. പാവപ്പെട്ടവരുകൾ ബന്ധനങ്ങളിൽ കെട്ടുകൾ ശാപ നെല്ലുകൾ കുടുംബങ്ങളിൽ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ വന്നു പോകുന്ന എല്ലാ തീർത്ഥാടകരും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. കുരിശടി കടന്നു പോകുന്ന തീർത്ഥാടകർ സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ഈ കട്ടാക്കട പ്രദേശം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാനാജാതി മക്കളെയും സാക്ഷ്യം പ്രാർത്ഥിക്കുന്നു. ഹിന്ദുസ്, മുസ്ലിംസ്, ബന്ധക്കോസ്, സാൽവേഷൻ ആർമി, ലൂത്തറൻ മിഷൻ എന്നിവപ്പെട്ട എല്ലാ സഭകളുടെ എല്ലാ മക്കളെയും നിസമർത്ഥമായി അനുകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നീശോയെ സാക്ഷ്യമായിട്ട് എടുത്ത ആ ദിവസം മുതൽ ഇന്ന് വരെ നീ എങ്ങളോട് ഇരുന്ന് എങ്ങൾ നയിക്കുകയും പരിപാലിക്കുകയും കൊണ്ടുപോവുകയും ചെയ്ത ആ കൃപയോത്ത് നന്ദിയപ്പെടുകയും ചെയ്യുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരായി ക്രിസ്തു രാജാവിൽ പ്രത്യേകം ഈ ദിവസങ്ങളിലെല്ലാം ആരോഗ്യ സഹിക്കുന്നത് എങ്ങനെ അനുകരിച്ച ആദരവത്തിന് അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം തടസ്സങ്ങളിൽ ബുദ്ധിമുട്ടുകൾ മാറ്റി ആസ്വാദം നൽകി ആദരവത്തിന് അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഉണ്ണീശയുടെ വരവും ഉണ്ണീശയുടെ ആഹ്വാനവരവും അഭിഷേകവരവും ഈ കരുവലിൽ പങ്കെടുത്ത എല്ലാവർക്കും അത്ഭുതകരമായ ആശീർവാദങ്ങളെയും അത്ഭുതകരമായ അഭിഷേകങ്ങളെയും അത്ഭുതകരമായ കൃപയും നൽകി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അഭിഷേകങ്ങളെയും ആശീർവാദങ്ങളെയും അപ്പോസ്തലർ വഴിയാക, സംസ്ഥ വഴിയാക, മിക്കൽ വഴിയാക, വഴിയാക, ആരിക്കൽ വഴിയാക, വഴിയാക, പ്രത്യേകം വഴിയാക, 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 പ്രത്യേകം അൽഫോൻസ വഴിയാക കാക്കവും വഴിനടത്തവും ആശീർവദിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയെ കേട്ടോളമേ. ഉണ്ണീശോയെ എല്ലാവർക്കും തന്നെ ചെയ്യുന്നു. ഇതിൽ മുമ്പ് നമ്മൾ നടത്തിയ എല്ലാ കറോടുകളിലും സിസ്റ്റമായിട്ടും ഒത്തിരി ദേശവിട്ടാലും അതിനെ ഉൾക്കൊണ്ട് നല്ല രീതിക്ക് തുടങ്ങി നല്ല രീതിക്ക് നടത്തുന്നതിലൂടെ ആ ഉത്സാഹം ലക്ഷ്യബോധത്തോടെ കൺവീനൻസ് അതിനോട് ചേർന്ന് ഓജസ് മനോജ് അതെല്ലാവരും ആൻഡർ രാഹുൽ അവരുടെ മെയിൻ കൺവീനിയേഴ്സ് അവരുടെ പേരും രാഹുൽ ഇടയ്ക്കിടയ്ക്ക് വന്നാലും ഫുൾ ഉത്തരവാദിത്തം ആണ്ട് ഏറ്റെടുത്ത് നല്ല രീതിക്ക് ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ട്. ഈ കരുവ നിങ്ങൾ എല്ലാവർക്കും തുടർന്ന് കിട്ടുന്ന പ്രാർത്ഥിക്കണം. പ്രത്യേകം നമ്മൾ ആഗ്രഹിച്ചത് ഈ കറോൺ വഴിയായിട്ട് വലിയ വേണ്ടി 1 lakh കിട്ടണമെന്ന് ആഗ്രഹിച്ച് അത് ഇന്ന് കിട്ടി കാണും. ഇന്നലെ 93,000 അങ്ങനെ നിങ്ങളെ കഥ പറഞ്ഞു നമുക്ക് 1 lakh വേണം. അപ്പൊ അത് പോകുമ്പോൾ 2, 3, 4 കൂടി എക്സ്ട്രാ കിട്ടിയതുകൊണ്ട് കൃത്യത്തെയും റൗണ്ട് പൂർത്തീകരിക്കാനുള്ള 1 lakh പൂർത്തീകരിക്കാനും ഇതും ഒരു ഹിസ്റ്ററിയാണ് ഈ കാട്ടാക്കാടില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ വർഷവും ഒരു ഹിസ്റ്ററി ഉണ്ടായിക്കൊണ്ടേയിരിക്കുക. കഴിഞ്ഞ കൊല്ലം എത്ര പൈസ കിട്ടിയില്ല, ഈ കൊല്ലം അതാണ് ഇത് മുൻപ് നടത്തിയ കരോളക്കാട്ടിലും ഈ കരോൾ അടിപൊളിയാണ്. അടുത്ത വർഷം ഇന്ന് അടിപൊളിയായിട്ട് നടത്തണം. അതുകൊണ്ട് എന്റെ ഹൃദയപൂർവ്വം എല്ലാവർക്കും ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നു. തുടർന്ന് നല്ലവണ്ണായി ക്രിസ്തു രാജ നിങ്ങൾ എല്ലാവരും എന്റെ മക്കളെ
എല്ലാവരും സമത്വമാണെങ്കിൽ എക്സാം ഉണ്ട്. ഈ കുഞ്ഞു കുട്ടികളെ ഞാൻ സത്യം ചെയ്യും நான் போய் சிந்திக்கும் கரோல் கேட்டு அவளை போய் இருக்கும்போது கணக்கெல்லாம் எப்பொழுதும் எல்லா கணக்கும் அவதரிச்சுட்டு கதைச்சு போகும். 1 மணி 1:30 மணி ஆகும். ചിന്തിക്കും. പക്ഷേ അത് പോയി പഠിച്ച് എഴുതിയിട്ട് വീണ്ടും അടുത്ത ദിവസം കൂടി കണ്ടിന്യൂസ് തുറക്കും. ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പേ ഇല്ല. 9-6 മണിക്ക് അത് പോയിക്കൊണ്ടേയിരിക്കും. അത്ര ആത്മാർത്ഥത്തോടെ സൂര്യൻ കരോൾ തീർച്ചാണ്. അങ്ങനെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ന് കരോൾ വേദന ഇല്ല. അതാ മനസ്സ്, அந்த കുഞ്ഞു കുട്ടികളുള്ള മനസ്സ് എന്നും ആത്മാർത്ഥത്തോടെ ചെയ്യണം. അങ്ങനെ എല്ലാ കുട്ടികളും അത് അടിക്കുന്നത്, എല്ലാ കുട്ടികളും തുടക്കത്തില് കുറച്ച് പേര് വന്ന് നല്ല ഭംഗിയായിട്ട് മാറ്റി, പിന്നെ ഇടയ്ക്ക് മുന്നോട്ട് അത് ഇടയ്ക്ക് ഡിസൈബിളായത്. ഫസ്റ്റ് 2-3 ദിവസം ആണ്ട് നല്ല സൂപ്പറായിരുന്നു. അത് ഇടയ്ക്ക് കണ്ടിന്യൂസ് ആക്കാമോ പോയി. പക്ഷേ സൂപ്പറായിരുന്നു, എല്ലാം സൂപ്പറായിരുന്നു. അതുകൊണ്ട് എൻ്റെ മക്കൾ എല്ലാവർക്കും എൻ്റെ ഹൃദയപ്പോഴും അന്വേഷിക്കും. നല്ലവനായി ക്രിസ്തുരാജ് നിങ്ങൾ എല്ലാവരെയും സമത്വം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ഈ 2 ദിവസത്തെ പൊന്നൂർ ജാസ്മി കിട്ടുകൊണ്ട് പുൽക്കൂട് വയ്ക്കാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിലോട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അത് പെട്ടെന്ന് നമ്മുടെ മക്കൾ ചെയ്യും. നമ്മൾ നല്ല രീതിക്ക് ക്രിസ്മസ് ആഘോഷിക്കാനുള്ള അവസരത്തെ ഉണ്ടാക്കിയെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായി ആസ്വദിക്കട്ടെ. God bless you, many people. God bless you all. കർത്താവ് നിങ്ങളോടുകൂടെ. സംസർഗനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നാം എല്ലാവരും സമത്വമായി അനുഗ്രഹിക്കട്ടെ. വിശ്വം സ്ഥിതിയായിരിക്കട്ടെ. God bless you, many people.